നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുടയിൽ പട്ടാപ്പകൽ വയോധികനെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. വീട് വെള്ളക്കെട്ടിലായി. ഗൃഹനാഥയുടെ അന്ത്യയാത്ര ഫൈബർ ബോട്ടിലൊരുക്കി ബന്ധുക്കൾ. ആഡംബര വാഹനത്തിൽ കടത്തുകയായിരുന്ന 57 ഗ്രാം MDMA-യുമായി 3 യുവാക്കൾ പിടിയിൽ. ഫോറസ്റ്റ് സ്റ്റേഷന് നേരെ കാട്ടാനയുടെ ആക്രമണം. മച്ചാട് റേഞ്ചിൽ ഉൾപ്പെട്ട അടഞ്ഞുകിടക്കുന്ന അകമല ഫോറസ്റ്റ് സ്റ്റേഷന് നേരെയാണ് കാട്ടാന ആക്രമണം. പാഞ്ഞാളിൽ മണ്ണെടുത്ത സ്ഥലത്ത് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ. കുഴിയും ചെളിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതെ ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡ്. ചായിപ്പൻകുഴി GUPS സ്കൂളിൽ വർണ്ണക്കൂടാരം ഉദ്ഘാടനവും സ്കൂൾ വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തയിലേക്ക്. ഇരിങ്ങാലക്കുടയിൽ പട്ടാപ്പകൽ വയോധികനെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. വെള്ളാങ്കല്ലൂർ സെന്ററിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. വെള്ളാങ്കല്ലൂർ സെന്ററിൽ തന്നെയുള്ള സെയിന്റ് ജോസഫ് ചർച്ചിന്റെ മുൻവശത്തുള്ള കടകൾക്ക് മുന്നിലാണ് സംഭവം നടന്നത്. അരിപ്പാലം ചീരക്കുഴി സ്വദേശി ശങ്കരപിള്ളയുടെ മകൻ രാജൻ പിള്ള എന്ന 65 വയസ്സുകാരനാണ് മരിച്ചത്. മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്ന ബാബു ജാമുൻ എന്ന പേരിലുള്ള റോഡരികിൽ താമസിക്കുന്നയാളാണ് കൊലപാതകം നടത്തിയത്. ഇയാളെ ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപിച്ചെത്തിയ രാജൻ പിള്ളയും ബാബുവും തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. കല്ലുകൊണ്ട് അടിയേറ്റ് വീണ രാജൻ പിള്ളയെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. രാജൻ പിള്ളയുടെ ഭാര്യ പുല്ലൂർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരിങ്ങാലക്കുട പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വീട് വെള്ളക്കെട്ടിലായി. ഗൃഹനാഥയുടെ അന്ത്യയാത്ര ഫൈബർ ബോട്ടിലൊരുക്കി ബന്ധുക്കൾ. വെള്ളക്കെട്ടിലായ വീട്ടിലെ ഗൃഹനാഥയുടെ മരണത്തെ തുടർന്ന് മൃതദേഹം ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിക്കാനും തുടർന്ന് ശ്മശാനത്തിലേക്കുള്ള അന്ത്യയാത്രയും ഫൈബർ ബോട്ടിലൊരുക്കി ബന്ധുക്കൾ. ചാഴൂർ പഞ്ചായത്തിലെ പുറത്തൂർ മുനയത്ത് പുതിയടത്ത് രാമു ഭാര്യ സരസയാണ് പ്രമേഹം മൂർച്ഛിച്ച് പഴുവിൽ ആശുപത്രിയിൽ വെച്ച് ചൊവ്വാഴ്ച മരിച്ചത്. വീടിരിക്കുന്ന പ്രദേശം ആഴ്ചകളായി വെള്ളക്കെട്ടിലായതിനാൽ സംസ്കാര ചടങ്ങിനോടനുബന്ധിച്ചുള്ള പൂജകൾക്കും മറ്റുമായി മൃതദേഹം വീട്ടിലെത്തിക്കാനും സംസ്കരിക്കാനായി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാനുമായി വാഹനമെത്തുന്ന സ്ഥലം വരെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ഫൈബർ ബോട്ട് ഒരുക്കുകയായിരുന്നു. ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് മൃതദേഹം ബോട്ടിൽ 300 മീറ്ററോളം ദൂരം തള്ളി വീട്ടിലെത്തിച്ചു. ചാഴൂർ പഞ്ചായത്തിലെ പഴുവിൽ, ചാഴൂർ, പുറത്തൂർ, പുള്ള് എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകൾ ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. ആഡംബര വാഹനത്തിൽ കടത്തുകയായിരുന്ന 57 ഗ്രാം MDMA-യുമായി 3 യുവാക്കൾ പിടിയിൽ. തൃശൂർ സിറ്റി ലഹരിവിരുദ്ധ സ്ക്വാഡാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. വെളപ്പായ സ്വദേശി അഭിജിത്ത്, മുതലമട സ്വദേശി ദിലീപ്, ഒറ്റപ്പാലം സ്വദേശി പ്രജിത്ത് എന്നിവരാണ് പിടിയിലായത്. ഇന്നലെ രാത്രി നടത്തിയ വാഹന പരിശോധനയിലാണ് 3-അംഗ സംഘം പിടിയിലായത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഫോറസ്റ്റ് സ്റ്റേഷന് നേരെ കാട്ടാനയുടെ ആക്രമണം. മച്ചാട് റേഞ്ചിൽ ഉൾപ്പെട്ട അടഞ്ഞുകിടക്കുന്ന അകമല ഫോറസ്റ്റ് സ്റ്റേഷന് നേരെയാണ് കാട്ടാന ആക്രമണം. ഫോറസ്റ്റ് സ്റ്റേഷന്റെ മതിൽ തകർത്ത് അകത്ത് കടന്ന കാട്ടാന കോമ്പൗണ്ടിലുണ്ടായിരുന്ന 4 പനകൾ മറിച്ചിട്ടു. ഗേറ്റ് തള്ളി തുറന്ന് കടക്കാനുള്ള ശ്രമം നടത്തിയതിനെ തുടർന്ന് മതിൽ തകർന്നു. ഫോറസ്റ്റ് സ്റ്റേഷനോട് ചേർന്നുള്ള ഷെഡിൽ വിശ്രമിച്ച ശേഷമാണ് കാട്ടാന മടങ്ങിയത്. വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന സ്റ്റേഷനാണ് അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ. വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് കാട്ടാന വരുത്തിയ നാശനഷ്ടങ്ങൾ വിലയിരുത്തി. 7 മീറ്ററോളം ഭാഗം വരുന്ന മതിലാണ് കാട്ടാന തകർത്തത്. അതേസമയം മേഖലയിൽ കാട്ടാന നിരന്തരം ഇറങ്ങുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പാഞ്ഞാളിൽ മണ്ണെടുത്ത സ്ഥലത്ത് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ. പാഞ്ഞാൾ ആലിൻചുവട് റേഷൻ കടയ്ക്ക് സമീപത്താണ് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപാദങ്ങൾ മണ്ണിൽ പതിഞ്ഞ നിലയിൽ കണ്ടത്.
രാവിലെ നാട്ടുകാരാണ് സമീപ പ്രദേശത്ത് നിന്ന് മണ്ണെടുത്ത സ്ഥലത്ത് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപാദങ്ങൾ പതിഞ്ഞ നിലയിൽ കണ്ടത്. സമീപത്തുള്ള മതിലിൽ കാൽകൊണ്ട് മാന്തിയ അടയാളങ്ങളും ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടിയെ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്ത് പരിശോധന നടത്തി. കാൽപ്പാടുകൾ കാട്ടുപൂച്ചയുടേതാകാമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കുഴിയും ചെളിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതെ ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് 10 വർഷം പിന്നിട്ടിട്ടും റോഡിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയാണ്. ഇരുവശങ്ങളിലും കാന നിർമ്മിക്കുകയോ നടപ്പാതകൾ ഒരുക്കുകയോ ചെയ്തിട്ടില്ല. നഗരസഭ സ്ഥാപിച്ചിരുന്ന സോളാർ വഴിവിളക്കുകൾ സാമൂഹിക വിരുദ്ധർ മോഷ്ടിച്ചു. പിന്നീട് സ്ഥാപിച്ച വഴിവിളക്കുകൾ പേരിന് മാത്രം പ്രകാശിക്കുന്നതിനാൽ പല ഭാഗങ്ങളും രാത്രി ഇരുട്ടിലാണ്. മഴ പെയ്താൽ റോഡിലെ കുഴിയുടെ ആഴമറിയാതെ പല വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. ബൈപ്പാസ് ആരംഭിക്കുന്ന തൃശൂർ റോഡ് മുതൽ ആദ്യ ജംഗ്ഷൻ വരെയുള്ള ഒരു വശത്ത് കാന നിർമ്മിച്ച് ഇതിനു മുകളിൽ ടൈൽ വിരിച്ച് നടപ്പാത ഒരുക്കിയെങ്കിലും കാനയുടെ ഉയര വ്യത്യാസമാണ് റോഡിലെ വെള്ളക്കെട്ടിന് കാരണമാകുന്നത്. ജില്ലയിലെ തന്നെ വളരെ മോശം സ്ഥിതിയിലുള്ള റോഡാണ് ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡ്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ ഢാണ ബസ് സ്റ്റാൻഡ് റോഡിലെ തിരക്കിൽപ്പെടാതെ കാട്ടൂർ, ചെമ്മണ്ട, കിഴുത്താണി, പൊരുത്തുശ്ശേരി ഭാഗങ്ങളിലേക്ക് എളുപ്പമെത്താൻ വാഹനയാത്രികർ ആശ്രയിക്കുന്ന ബൈപ്പാസ് റോഡിലെ അപകടക്കുഴികൾ നികത്താൻ ടാറിംഗ് നടത്തുകയോ ടൈൽ വിരിച്ച് ഉയരം കൂട്ടുകയോ ചെയ്യണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ചായ്പൻകുഴി GUPS സ്കൂളിൽ വർണ്ണക്കൂടാരം ഉദ്ഘാടനവും സ്കൂൾ വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. ഭാവി വാഗ്ദാനങ്ങളായ കുരുന്നുകളുടെ ശേഷി വികാസങ്ങൾ ലക്ഷ്യമാക്കി സമഗ്ര ശിക്ഷാ കേരളം നടപ്പിലാക്കുന്ന പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം ചായ്പൻകുഴി ഗവൺമെന്റ് UP സ്കൂളിൽ പ്രവർത്തന സജ്ജമായി. സ്റ്റാർസ് പദ്ധതി പ്രകാരം അനുവദിച്ച 10 ലക്ഷം രൂപയും കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച 3 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് നിർമ്മാണം. പരിപാടിയുടെ ഉദ്ഘാടനം ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപകൻ UU ചന്ദ്രൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സാമൂഹ്യ രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 60 രൂപ കുറഞ്ഞു. ഗ്രാമിന് 9,095 രൂപ, പവന് 72,760 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരിങ്ങാലക്കുടയിൽ പട്ടാപ്പകൽ വയോധികനെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. വീട് വെള്ളക്കെട്ടിലായി. ഗൃഹനാഥയുടെ അന്ത്യയാത്ര ഫൈബർ ബോട്ടിലൊരുക്കി ബന്ധുക്കൾ. ആഡംബര വാഹനത്തിൽ കടത്തുകയായിരുന്ന 57 ഗ്രാം MDMA-യുമായി 3 യുവാക്കൾ പിടിയിൽ. ഫോറസ്റ്റ് സ്റ്റേഷന് നേരെ കാട്ടാനയുടെ ആക്രമണം. മച്ചാട് റേഞ്ചിൽ ഉൾപ്പെട്ട അടഞ്ഞുകിടക്കുന്ന അകമല ഫോറസ്റ്റ് സ്റ്റേഷന് നേരെയാണ് കാട്ടാന ആക്രമണം. പാഞ്ഞാളിൽ മണ്ണെടുത്ത സ്ഥലത്ത് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ.
കുഴിയും ചെളിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതെ ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡ്. ചായിപ്പൻകുഴി GUPS സ്കൂളിൽ വർണ്ണക്കൂടാരം ഉദ്ഘാടനവും സ്കൂൾ വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.